ഞാൻ നിൽക്കുന്ന ഇതിലെ നേരെ ഇങ്ങനെ കേട്ടില്ലേ പോക്കുവരവ് ഉണ്ടെന്ന് പറയില്ലേ ഈ സംഭവം ഉള്ളതാ. ഇവിടെ തൊട്ടടുത്താണോ ഒരു കാളിയുടെ അമ്പലമുള്ള ക്ഷേത്രം. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ നേരെയുള്ള വീടുണ്ടല്ലോ, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആ വീട്ടില് അവിടുത്തെ മെയിൻ ആള് പോയി മരിച്ചുപോയി. വേറെ വെച്ചിട്ട് തന്നെ ആക്സിഡന്റ്, പുള്ളി അറ്റാക്ക് ഇപ്പൊ മരിച്ചിട്ട് ഒരു 4-5 വർഷമായി. അങ്ങനെ ഇങ്ങനെയുള്ള ഈ ഒരു ട്രാക്കിൽ വീട് വെച്ച് കിടക്കാൻ പറ്റൂല. അങ്ങനെ വീട് വെച്ച് കിടന്നാൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ എയറോളം ഇട്ടിട്ടുണ്ട് മതിലിന്, പക്ഷെ അവർക്കാണ് അല്ലേ അങ്ങനെ പ്രശ്നം വരും. അപ്പൊ നിങ്ങളിപ്പോ ഈ പണിതിട്ടില്ലേ, ഇവിടെ ഈ കയറ്റി എടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് എടുക്കരുത്, ഇവിടെ മുട്ടിക്കെട്ടി എടുക്കാനേ പാടില്ല. ഞാനിപ്പോ ഈ നിൽക്കുന്നതാ, പക്ഷെ ഇത് അത്ര വലിയ പ്രശ്നമുള്ള സാധനമല്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടനോട് കിടക്കാൻ പറ്റില്ലാത്തൊരു സ്റ്റേജ് വന്നാണ്. അത്ര വലിയ പ്രശ്നമുള്ളതല്ല. കൃഷ്ണ തുളസി കിട്ടോ? കൃഷ്ണ തുളസിയുടെ കൂമ്പ് കുറച്ച് ഒടിച്ചു കൊണ്ടുവരാമോ? ഇതാണ് ഇവരുടെ ട്രാക്ക്. ഇതിലെ ഇവിടെ നിന്ന് ഇത്ര ഏരിയയില് ഈ പറഞ്ഞ ചെടി വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനുള്ളിലൂടെ മാത്രം പാസ് ചെയ്യാൻ പറ്റില്ല. വേറെ ബാക്കിയെല്ലാം അവർ പാസ് ചെയ്യും. അപ്പൊ ഇവര് സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വീട് വെക്കാൻ പാടില്ല, ഷെഡ് വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അപ്പൊ നമുക്ക് ഷെഡ് ബാധിക്കില്ല. ഷെഡിനെ ബാധിക്കില്ല. ഇതേ ഷെഡ് അവിടെ നിന്നോട്ടെ, അത് കാര്യമാക്കണ്ട. ഈ പറഞ്ഞ സാധനം വെച്ച് പിടിപ്പിച്ച ഇതിലെയാണ് ഈ പൊക്കുരം ഉള്ളത്. അതെ, അതുകൊണ്ടാണ് അവിടെ മതിൽ ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ടായിരുന്നു. അവിടെ പോയി തുറന്നതാണ് ഒരു ഗേറ്റ് വെച്ചിട്ട്, രണ്ടാമത്തെ ഗേറ്റ്. അതിനു വേണ്ടി ചെയ്തത്. ഇതിന് മുമ്പ് ആരെങ്കിലും വന്ന് പറഞ്ഞാണോ? ഇത് മുന്നേ പറഞ്ഞിങ്ങനെ പോക്കുവരവുണ്ട്. അവിടെ ഓളിട്ടതായിരുന്നു. ഈ സൈഡ് വീടുമായിട്ടുള്ള ടച്ച് കണക്ഷൻ പിടിക്കണം. 2 സൈഡും വിടിയിച്ചിട്ടുണ്ട്. 2 സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്ര ഏരിയയിൽ വിടിയിച്ചിട്ടുണ്ടാവും, ആ അറ്റം വരെ അങ്ങ് വിടിയിച്ചിടണം. അപ്പൊ ഇത്ര ഒരു ഗ്യാപ്പ് മതി, ചെറിയൊരു ഗ്യാപ്പ്. ഇതിവിടെ നിന്നോട്ടെ, വീടായിട്ട് കൂട്ടിമുട്ടിക്കരുത്. ചേട്ടന് വേണമെങ്കിലേ ഇവിടെ മുതൽ ഇവിടം വരെ അവര് പിന്നെ ഈ ട്രാക്ക് മാറും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധനം ഇവിടെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരും. ട്രാക്ക് മാറ്റുന്നോണ്ട് ഒരു കുഴപ്പവും വരില്ല. ഇവിടെ വയ്ക്കണം. ഇവിടെ നിന്ന് ഏതാണ് ഇവരുടെ ട്രാക്ക്. ഇവിടെ നിന്ന് ഇത്ര ഏരിയയില് ഈ പറഞ്ഞ ചെടി വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനുള്ളിലൂടെ മാത്രം പാസ് ചെയ്യാൻ പറ്റില്ല. വേറെ ബാക്കിയെല്ലാം അവർ പാസ് ചെയ്യും. അപ്പൊ ഇവര് സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വീട് വെക്കാൻ പാടില്ല, ഷെഡ് വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അപ്പൊ നമുക്ക് ഷെഡ് ബാധിക്കില്ല. ഷെഡിനെ ബാധിക്കില്ല. ഇതേ ഷെഡ് അവിടെ നിന്നോട്ടെ, അത് കാര്യമാക്കണ്ട. ഈ പറഞ്ഞ സാധനം വെച്ച് പിടിപ്പിച്ചാൽ മതി, ചെടി ഇവിടെ വെച്ച് പിടിപ്പിച്ചാൽ മതി. ആ ചെടി ഇവിടെ നിന്ന് വളർന്ന് വലുതാവുമ്പോഴത്തേക്കും ഇവരെന്റെ ട്രാക്ക് മാറ്റും. അപ്പൊ അവരത് ഇപ്പുറത്തോടെ മാറ്റും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തോടെ മാറ്റും. ഏതിലേലും മാറ്റിക്കോളും, അവരുടെ ഇഷ്ടത്തിന് സൗകര്യത്തിന് മാറ്റിക്കോളും. ഇവിടെ തൊട്ടടുത്താണോ ഒരു കാളിയുടെ അമ്പലമുള്ള ക്ഷേത്രം? എത്ര ദൂരാകല? ഇവിടെ അടുത്ത് തന്നെ. ഇവിടുത്തെ ഒരു 3 വീട് അപ്പുറത്താ ആ റോഡ് അങ്ങനെ പോണത്. അപ്പൊ അത് ഈ പ്രശ്നമുണ്ട് ഇവിടെ. ഇങ്ങനെ ഈ സാധനം വെച്ച് പിടിപ്പിച്ചാൽ ആ പ്രശ്നത്തെ നമുക്ക് മാറ്റാം. ഉള്ള നെഗറ്റീവ് എനർജിനെ നമ്മളത് 2 രീതിയിൽ നോക്കും. അങ്ങനെ കുറവുള്ളത് കൊണ്ടാണ് നിങ്ങൾ വീട് പണിതപ്പോഴും അല്ലെങ്കിൽ അവരാണെങ്കിലും വീട് പണിതപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നത്. താമസിക്കുമ്പോഴാണ് പ്രശ്നം വരിക. പിന്നെ പതുക്കെ ആ പ്രശ്നം വരിക. സമയമെടുത്ത പ്രശ്നം വന്നേ, ഒറ്റയടിക്ക് വന്ന പ്രശ്നമല്ല. അതായത് അത്ര സീരിയസ് ആയിട്ടുള്ള സംഭവമൊക്കെ ആണെങ്കിലാണ് ഇതിന് പ്രശ്നം വരിക. അങ്ങനെ ശരിയേട്ടാ, ഈ കാര്യം ചേട്ടൻ ചെയ്യുന്നതല്ല. അത്ര ഏരിയ ചെയ്യണം കേട്ടോ. അത്ര ഏരിയ ചെയ്താൽ റൂട്ട് മാറിക്കോളും. ഗേറ്റ് വെച്ചതിനൊരു വെക്കണ്ട, ഗേറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നിലവിലെ ഗേറ്റ് അവിടെ നിന്നോട്ടെ, അത് കാര്യമൊക്കെ ഉണ്ടാ. ഞാനിന്ന് മലപ്പുറം ജില്ലയിലാണ്. ഈ ചേട്ടന്റെ വീട്ടിലും ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചേട്ടന്റെ പ്രൈവസിയെ മാനിച്ച് ഞങ്ങൾ അത് ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ പണ്ടത്തെ കാർന്നവന്മാർ പറഞ്ഞ് നിങ്ങളത് കേട്ടിട്ടുണ്ടോ? കേരളത്തിലുടനീളം ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഇതുപോലുള്ള അമ്പരപ്പിക്കുന്ന കഥകളുണ്ട്. ഇതൊക്കെ എല്ലാ വീക്കെൻഡിലും എൻ്റെ ബിബിൻ വലറിയിൽ എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീട് പണിയുമ്പോൾ വ്യക്തമായി ഇതൊക്കെ നോക്കിയിട്ട് വേണം പണിയാൻ. എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ.